ഇലക്ഷന് വീണ്ടും മോദിജി ഭരണത്തിൽ വന്നാൽ കട്ടായം ഒറ്റ ചാട്ടമായിരിക്കും പാചകവാതകത്തിന്റെ വില. അത് തന്നെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതാ 2 രൂപ വില കുറച്ചിരിക്കുന്നു പെട്രോളിനും ഡീസലിനും. എന്ത് പറഞ്ഞാണ് ഇലക്ഷൻ ഭരണത്തിൽ വന്നത് മോദിജി? അതായത് 50 രൂപയ്ക്ക് 2014 ഭരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? അതായത് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഓർമ്മിക്കണം, $140 പെർ ബാരൽ വിലയുള്ളപ്പോഴാണ് UPA ഗവൺമെന്റ് 70 രൂപയ്ക്ക് മുകളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അതും അറച്ചറച്ച് പല ഘട്ടങ്ങളിലായിട്ടാണ് വർദ്ധിപ്പിച്ചത്. അന്ന് $140 വരെ വിലയുണ്ടായിരുന്നു പെട്രോളിയം ഒരു പെർ ബാരൽ അന്താരാഷ്ട്ര വിപണിയിൽ. അത് കുറഞ്ഞ് നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നതിന് 2014 നടത്തിയ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ സമയത്ത് പറഞ്ഞത് എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും തരുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്നു. അതിനുശേഷം 2016 കാലഘട്ടമായപ്പോഴേക്കും അന്താരാഷ്ട്ര വിപണിയിൽ $27 പെർ ബാരൽ $27 പെർ ബാരൽ അന്താരാഷ്ട്ര വിപണിയിൽ വില താണു. അപ്പോഴും ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില $100 എത്താൻ വേണ്ടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഓണം വരാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു മൂലം എന്ന് പറയുന്നത് പോലെ യുക്രൈൻ റഷ്യ വാർ വരുന്നു. അതോടുകൂടി ഉപരോധം വരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇന്ധനത്തിന്റെ വ്യാപനം ഉപരോധത്തിൽ ബുദ്ധിമുട്ടിലാകുന്നു. അതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ വിലകൾ വർദ്ധിക്കുന്നു. അങ്ങനെ വില വർദ്ധിച്ചപ്പോൾ നമുക്കറിയാം 109, അതായത് 100-നും 116-നും ഇടയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചെത്തുന്ന കാര്യം നമ്മൾ കണ്ടു. അങ്ങനെ പോയ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് ഇപ്പോ ഈ 2 രൂപ വീതം കുറവ് വെച്ചിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 95-നും 105-നും ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ആശ്വാസമെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച്, അതായത് സർവ്വസാധാരണക്കാരെ സംബന്ധിച്ച് അതൊരാശ്വാസം തന്നെയാണ്. അതിനേക്കാൾ വലിയ ആശ്വാസമാണ് ഉപഭോക്തൃ മേഖലയിൽ അത് വരുത്താൻ സാധ്യതയുള്ളത്. കാരണം ഇന്ധനമില്ലാതെ സാധന സേവനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമല്ല. അപ്പം അത് കാരണം കൊണ്ട് ഇന്ധനത്തിന്റെ വിലയിൽ എന്ത് മാറ്റം, എന്ത് ഇളവ് വന്നാലും അത് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും വിലയിലും ഒരു സാവകാശം ലഭിക്കുന്നതിന് കാരണമാകും. ഏതായാലും ഇത് പക്ഷേ ഈ ഇലക്ഷന് മുൻപുള്ള ഒരു കൈനീട്ടം മാത്രമാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നാണ്, ഞാൻ ചേർത്ത് പിടിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഒറ്റ കുതിപ്പായിരിക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ. അത് ഓർക്കുന്നത് വോട്ടേഴ്സിന് എപ്പോഴും നല്ലതായിരിക്കും.